ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം ഇതിൽ മിസ്സാണ് മക്കളെ. ഓണപരീക്ഷ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും കുറച്ച് ടെൻഷനിലാണ് എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. പ്രോപ്പറായിട്ട് കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു തുടങ്ങുക. ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറിയതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു 6 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഒന്ന് പഠിച്ചാലോ? ഒരു എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, 24 ആണ് അല്ലെ. അപ്പൊ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താ? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഓക്കെ, ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോ നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ എക്സ് എന്നാണെന്ന് ഇരിക്കട്ടെ, 24 ആണ്. എങ്ങനെയാ വരിക? നമ്മുടെ കയ്യിൽ 24 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം 1s-ന് 2 കൊടുത്തു, 2s-ന് 2 കൊടുത്തു, 2p-ക്ക് 6 കൊടുത്തു. 10 എണ്ണം കഴിഞ്ഞു. ഇനി മിച്ചമുള്ളത് എത്ര എണ്ണ? 14 എണ്ണാണ് അല്ലെ. ഇനി നമുക്ക് 3s-ന് 2 കൊടുക്കാം, 3p-ക്ക് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ 3d-യും 4s-ഉം ഉണ്ട്. ആർക്കാണ് മിസ് ആദ്യ ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത്? 4s-നാണ് അല്ലെ. മിച്ചമുള്ള 4 ഇലക്ട്രോൺ 3d-ക്ക് കൊടുക്കും. ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ ഒരു പ്രത്യേകത പഠിച്ചിരുന്നു, നമ്മുടെ ക്രോമിയം അല്ലെ. നോക്ക്, 3d4 4s2 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വന്നാൽ ഇവിടെ ഒരു അറേഞ്ച്മെന്റ് നടക്കും. 4s-ലെ 2 ഇലക്ട്രോണിൽ 1 3d-യിലേക്ക് ചാടും അല്ലെ. അപ്പോൾ 4s 1 3d5. അപ്പൊ നമ്മുടെ ക്രോമിയത്തെ ഓർത്താൽ മതി. അറ്റോമിക് നമ്പർ 24 ക്രോമിയം, 29 കോപ്പർ. ഇവര് രണ്ടുപേരുമാണ് ഈ ഒരു പ്രത്യേകത കാണിക്കുന്നത് അല്ലെ. ക്രോമിയം 3d5 4s1-ഉം കോപ്പർ 3d10 4s1-ഉം ആണ് കാണിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ നിങ്ങൾ നേരെ 3d4 4s2 എന്നാണ് എഴുതുന്നതെങ്കിൽ മാർക്ക് കിട്ടിയില്ല, 1 മാർക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അതേപോലെ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സ്പെഷ്യൽ ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടം നമ്പേഴ്സ് n and l of the electrons in the outermost subshell of it. Oh my god, എന്ത് ചോദ്യമാണല്ലേ. നോക്കിക്കേ, ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്ന ക്വാണ്ടം നമ്പറുകളുടെ NL വിലകൾ കണ്ടെത്തുക. അപ്പൊ ബാഹ്യതമ സബ്ഷെല്ല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് എവിടെയാ? 3d-യിലാണ്. അപ്പൊ 3d ആണോ എടുക്കേണ്ടത് അതോ 4s ആണോ എടുക്കേണ്ടത്? മക്കളെ, 3d എന്ന് പറഞ്ഞാൽ ആരാ? പെനൽറ്റിമേറ്റ് സബ്ഷെല്ലാണ് അല്ലെ. ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇവിടെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. 3d-യിൽ ലാസ്റ്റ് ഇലക്ട്രോണ് എനർജി കൂടുതലായതുകൊണ്ട് കയറുന്നേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ബാഹ്യതമ ഷെല്ല് ഏതാ? 4ാമത്തെ ഷെല്ല് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാ? 4th ഷെല്ല്. എന്തായാലും അതിന്റെ ഉള്ളിലുള്ള ആളാണ് 3rd ഷെല്ല്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് 4s-നെയാണ്. അപ്പൊ 4s-ന്റെ n and l വാല്യൂസ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താ പറഞ്ഞുതരാ? നമുക്ക് ആറ്റം ഇരിക്കുന്നത് ഏത് ഷെല്ലിലാ? 4s എന്ന് പറയുമ്പോൾ 4ാമത്തെ ഷെല്ലിലെ s സബ് ഷെല്ലാണ് അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 4 ആണ്. ഇനി l അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആണ്. s ആണ് നമ്മുടെ സബ് ഷെല്ല്. എങ്ങനെയാ വാല്യൂസ് വരാ? s ആണെങ്കിൽ 0, p ആണെങ്കിൽ 1, d ആണെങ്കിൽ 2, f ആണെങ്കിൽ 3. ഇതാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ s സബ് ഷെൽ ആണ്. സോ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്ര വരെ? സിമ്പിൾ 0. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് ഓഫ് ദി ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ. അപ്പോ സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാ? 3 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഇതില് ഷെല്ലിനെ പറ്റി പറഞ്ഞു തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സബ്ഷെല്ലിനെ പറ്റി പറഞ്ഞു തരുന്നത് അസിമുതൽ ക്വാണ്ടം നമ്പർ അല്ലെ. ഇനി ഓർബിറ്റൽസും സബ്ഷെൽ ഓറിയന്റേഷനെ പറ്റി പറഞ്ഞു വരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ കേട്ടോ. ബാഹ്യതമ സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ. അപ്പൊ ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാ? 4s ആണ്. 4s-ന്റെ m വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആരെയാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ ഓറിയന്റേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × l + 1 ആണ് അല്ലെ. അപ്പൊ l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2 × അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ 2 × 0
+1 അതായത് 1 എന്ന് കിട്ടും. 4s എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഒരേ ഒരു ഓറിയന്റേഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ എന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി കാണിക്കേണ്ടി വരും. ഓക്കെ, എങ്ങനെ നമുക്കത് കിട്ടി എന്നും കൂടെ എഴുതി കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ, ഏത് ക്വാണ്ടം നമ്പർ ആണെന്ന് അറിയാമോ എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, കിട്ടുന്നില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക്? യെസ്. ഇനി ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ് നമ്പർ കണ്ടെത്താം. സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ബ്ലോക്ക് ആദ്യം കണ്ടെത്താം. മക്കളെ, ഇത് ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? അവസാനത്തെ ഇലക്ട്രോൺ കെയർ ചെയ്ത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലാണ് അല്ലെ. സോ ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. കാരണം ഏത് സബ്ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് അതാണ് അവന്റെ ബ്ലോക്ക്. ഇനി നമുക്ക് ഗ്രൂപ്പ് കണ്ടെത്താം. എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താം? ഓരോ ബ്ലോക്കുകൾക്കും ഗ്രൂപ്പ് കണ്ടെത്താൻ ഓരോ മെത്തേഡാണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയാണ് അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടണം. ഡി ബ്ലോക്കിലേക്ക് വരുമ്പോഴോ അവസാനത്തെ ഡിയിലും എസിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനെ തമ്മിൽ ആഡ് ചെയ്താൽ ഗ്രൂപ്പ് കണ്ടെത്താം. ഇവിടെ ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ, എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ, സോ ടോട്ടൽ 6. അപ്പോൾ നമ്മുടെ ക്രോമിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് നമ്പർ 6ലെ ആളാണ്. ഇനി പീരിയഡ് എങ്ങനെയാ കണ്ടെത്താ? പീരിയഡ് എത്രയായിരിക്കും? ഇത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഉത്തരമാണ്. സോ തീർച്ചയായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം വിത്ത് യു, വി ആർ വിത്ത് യു, സൈലം ഇസ് വിത്ത് യു. നമ്മൾ ഒന്നിച്ച് തന്നെ എത്ര ടഫ് ആയിക്കോട്ടെ പക്ഷെ പ്രോപ്പറായിട്ട് ഇനിയുള്ള സമയം യൂസ് ചെയ്ത് കോൺസെപ്റ്റ് പഠിച്ച് നമ്മുടെ ഓണപരീക്ഷ നേരിടുക തന്നെ ചെയ്യും. അപ്പൊ അതിനൊരു തുടക്കമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ, ഇവിടുത്തെ പീരിയഡ് നമ്പർ എത്രയാണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.